റെസിനായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് സംഭവിച്ച മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് ടൈം റെസിനായിട്ട് ചെയ്യുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം കറക്റ്റ് എല്ലാം സെറ്റാക്കി വെച്ച് എന്നെപ്പോലെ ഫസ്റ്റ് ടൈം റെസിനായിട്ട് ചെയ്യുന്നവർക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞുതരാന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ. കുറേ പേരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു റെസിനായിട്ട് ചെയ്യുന്ന സമയത്തൊന്നും ശരിയാവുന്നില്ല. എന്നിട്ടും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയാലും എൻ്റെത് എന്തായാലും ശരിയാവും എന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിന്. കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി അത് ശരിക്കും. ഈ ഒരു ലെറ്ററിൻ്റെ സിലിക്കോൺ മോൾഡ് ഞാനൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഫുള്ള് ക്ലീൻ ആക്കുന്നുണ്ട്. ഇത് ക്ലീൻ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് സെല്ലോ ടാപ്പ് തന്നെയാണ്. എല്ലാം ഭയങ്കരത്തിൽ കപ്പൊക്കെ എടുത്ത് വെച്ചു, കയ്യുറൊക്കെ ഇടുന്നു, ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് തന്നെ അറിയാവുന്ന ഭാവത്തിൽ എല്ലാം ചെയ്യാൻ ശ്രമിച്ചു. ഇതിന്റെ റേഷ്യോ 3:1 ആണെന്ന് എനിക്കറിയാം. ആ ഒരു കറക്റ്റ് 3:1 റേഷ്യോയിൽ തന്നെ ഞാൻ റെസിനൊക്കെ എടുത്തുകയും ചെയ്തു. മെഷർമെന്റ് ഒന്നും തെറ്റിപ്പോണ്ടെന്ന് വെച്ച് കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം. സ്പൂണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്ട് കറക്റ്റ് 3:1 തന്നെയായിരുന്നു എടുത്തത്. ബട്ട് ഈ പാവ എനിക്ക് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്കിവിടെ ഒരു തെറ്റ് പറ്റിയെന്ന്. തെറ്റെന്ന് പറഞ്ഞു റബ്ബറും മണ്ടത്തരം തന്നെ പറയണം. പിറ്റേ ദിവസം കഴിഞ്ഞ് സംഭവം സെറ്റായി കൊളായപ്പം പോലും അങ്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഞാൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന്. ഞാൻ വിചാരിച്ച് കുറച്ചെല്ലാം ആൾക്കാർ പറയുന്നത് കണ്ടല്ലോ അവർക്കൊന്നും സെറ്റാവുന്നില്ല എന്ന്. അതുപോലെ എൻ്റെതൊന്നും സെറ്റാവാത്തതായിരിക്കും വിചാരിച്ച്. എന്നിട്ടും എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടാ. പിന്നെ ഒരുപാട് ആലോചിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറും മണ്ടിപ്പെണ്ണാണ് ഞാനെന്ന്. കറക്റ്റ് 3:1 റേഷ്യോയിലെല്ലാം എടുത്തിനി. പറഞ്ഞിട്ട് എന്ത് കാര്യം, എടുത്ത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. ശരിക്കും റെസിനാണ് 3 എടുക്കേണ്ടത്, ഹാർഡ്നർ 1. ഞാനാണെങ്കിലോ ഓവർ എക്സൈറ്റ്മെന്റിൽ എല്ലാം തന്നെ അറിയാന്നില്ല ഭാവത്തിൽ റെസിന് 1 ഹാർഡ്നർ 3 എടുത്തു. ഇത് തന്നെ പോരെ ഫുള്ള് കൊളാവാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞൊക്കെ അറിയാം റെസിന് 3 ആണ് എടുക്കേണ്ടത്, ഹാർഡ്നർ 1 ആണ് എടുക്കേണ്ടതെന്ന്. എന്നിട്ടും ഞാനത് തെറ്റിച്ച്. അപ്പോൾ നിങ്ങൾ തന്നെ പറ, എന്നെപ്പോലെ ഈ ബോധമില്ലാത്തത് വേറെ ഈ ലോകത്തുണ്ടോ? പിന്നെ ഇത് ഒരു സ്റ്റിക്ക് വെച്ച് മിക്സ് ചെയ്യുന്നില്ലേ, അത് ഭയങ്കര സ്ലോയിൽ ടൈം എടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഞാൻ ഫസ്റ്റ് കുറച്ച് സ്പീഡിലൊക്കെ ആയിരുന്നു മിക്സ് ആക്കിയത്. പിന്നെ ഒരു ആശ്വാസം എന്താ വെച്ചെങ്കിൽ ഒരു നില ലെറ്റർ മാത്രമേ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റെസിൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു മോൾഡിലേക്ക് ഇതൊരു പകുതിയോളം വയ്ക്കാം. അതിനുശേഷം എന്തെങ്കിലും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ. ഞാനൊന്ന് സിമ്പിളായിട്ട് ഡ്രൈഡ് ഫ്ലവേഴ്സും ഗ്ലിറ്ററും കൊണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ ഒരു ഡ്രൈ ഫ്ലവറും കൂടി അതിലൊന്ന് വെച്ച് കൊടുത്ത് അതും സ്റ്റിക്ക് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്ലിറ്റർ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈടുകയും ചെയ്ത് വേറൊരു മണ്ടത്തരം. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങളുള്ളൊരു കൂമ്പാരം തന്നെയായിരുന്നു എൻ്റെ ഈ റെസിനാട്ട്. ആ റെസിന് മിക്സ് ചെയ്ത ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഗ്ലിറ്ററും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഓൾറെഡി റെസിനില്ലോണ്ട് തന്നെ എടുത്തത് മൊത്തം അതിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം എടുത്ത് അങ്ങനെ മൊത്തം ഇങ്ങനെ തട്ടിക്കൊടുത്തപ്പോൾ പുറത്തേക്കൊക്കെ പോയി ഫുള്ളൊരു വൃത്തികേടായിപ്പോയി. ഇനിയൊരു സിൽവർ ഗ്ലിറ്ററും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത മണ്ടത്തരം വീണ്ടും ആവർത്തിച്ചിട്ടാട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ശരി പഠിക്കുന്നത്. ഈ ഒരു ഗ്ലിറ്റർ ഞാൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് എടുത്തത്. അത് നല്ല കറക്റ്റായിട്ട് തന്നെ വിചാരിച്ച പോലെയൊക്കെ തന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പോലെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. നല്ല തിന്നായതുകൊണ്ട് തന്നെ നല്ലതിൽ ചെയ്യാനും പറ്റി. പിന്നെ ആദ്യം ബാമ്പു സ്റ്റിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആദ്യം റെസിന് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ റെസിന് ഫസ്റ്റ് മിക്സ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇച്ചിരിയേ ഇല്ലൂന്ന്. ഈ ഒരു ലെറ്ററിന് ഇത് തികയൂലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാൻ. എന്നിട്ടാ ഇത് തികഞ്ഞൂന്ന് മാത്രമല്ല പിന്നെയും അതിൽ ബാക്കി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചങ്ങ് കൊടുത്തു. ഇതാണ് ഞാൻ ചെയ്ത പിന്നെയും വേറൊരു മണ്ടത്തരം. കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ എന്തായി, അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്താലേ
എന്നെപ്പോലെ ഒരു മണ്ടിപ്പെണ്ണ്. ഞാൻ പറഞ്ഞില്ലേ ഓവർ കോൺഫിഡൻസ്, അതായിരുന്നു ഇതിനെല്ലാം കാരണം. പിന്നെ ബാക്കി വന്ന റെസിന് ഞാൻ എന്താക്കി 6 ലെറ്ററിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 7 ലെറ്ററിൽ ഫുള്ള് ഒഴുകി പോകുന്നുണ്ടായിരുന്നില്ലേ, പുറത്തേക്ക് ഓവർലോഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത മറ്റൊരു മണ്ടത്തരം. അങ്ങനെ സ്പൂൺ വെച്ച് എടുത്ത സമയത്ത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്ലവേഴ്സും ബ്ലൂ ഗ്ലിറ്ററും സിൽവർ ഗ്ലിറ്ററും എല്ലാം കൂടി അങ്ങ് മിക്സായിട്ട് മൊത്തത്തിൽ ബോറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെയൊരു സമാധാനം ഉണ്ടായത് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കിട്ടുമല്ലോ എന്ന്. പിന്നെ 24 മണിക്കൂർ വന്നിട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കാ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. കാരണം ഇതെങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ 7 ലെറ്ററും പോയി, 6 ലെറ്ററും പോയി. ആ മോൾഡ് ഒന്ന് ക്ലീൻ ആക്കണ്ടേ, അതെങ്ങനെ ക്ലീൻ ആക്കും? ആ ഒരു ലെറ്റർ മോൾഡ് ക്ലീൻ ആക്കേണ്ട ടിപ്പായിരിക്കും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഞാൻ ചെയ്ത ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ ചെയ്യില്ല എന്നറിയാം, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും.